അതീവ രഹസ്യം വെളിപ്പെടുത്തുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരും നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ലോകപ്രശസ്തമായിട്ടുള്ള കൃതിയാണ് റോണ്ട ബ്രെയിൻ എഴുതിയ ദ സീക്രട്ട് എന്ന കൃതി. എന്തുകൊണ്ട് ചില ആളുകൾ മാത്രം വിജയത്തിൽ നിന്നും വിജയത്തിലോട്ട് കുതിക്കുന്നു, അതല്ലെങ്കിൽ വിജയത്തിൻ്റെ ഉന്നത ശൃംഖലയിൽ നിന്നും എന്തുകൊണ്ട് പരാജയത്തിലോട്ട് കൂപ്പുകുത്തുന്നു? അതുപോലെ തന്നെ ചില ആളുകൾ എന്തുകൊണ്ട് ജീവിതത്തിൽ അടിക്കടി പരാജയപ്പെടുന്നു? അവർ ജീവിതത്തിൽ ഒന്നും നേടുവാൻ സാധിക്കാതെ നിരാശരായി ജീവിതം തള്ളി നീക്കി അവസാനം അങ്ങനെ തന്നെ മരിച്ചു പോകുന്നത് എന്തുകൊണ്ട്? സത്യത്തിൽ ലോക മതഗ്രന്ഥങ്ങളിലും പുണ്യപുരുഷന്മാരിലൂടെയും നവോത്ഥാന നായകരിലൂടെയുമൊക്കെ നൂറ്റാണ്ടുകളായി പഠിപ്പിക്കപ്പെട്ട ഈ മഹിതമായിട്ടുള്ള കാര്യമാണ് റോണ്ട ബ്രെയിൻ ആധുനിക യുഗത്തിൽ നമുക്ക് വേണ്ടി ഇവിടെ കുറിച്ചു വെക്കുന്നത്. അമൂല്യമായിട്ടുള്ള അറിവിൻ്റെ ഈയൊരു ശേഖരം തൻ്റെ ദ സീക്രട്ട് എന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ റോണ്ട ബ്രെയിൻ ഇപ്രകാരം കുറിച്ചു വെക്കുന്നു. ഒരു വർഷം മുമ്പ് എൻ്റെ ജീവിതം എൻ്റെ മുമ്പിൽ നിന്ന് തന്നെ തകർന്ന് വീഴുകയായിരുന്നു. ഞാൻ രാപ്പകൽ അധ്വാനിച്ച് തളർന്നു. എൻ്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ചുപോയി. സഹപ്രവർത്തകരോടും ബന്ധുക്കളോടുമുള്ള എൻ്റെ ബന്ധം താറുമാറായി. അന്ന് ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഏറ്റവും തീവ്രമായ പരാജയത്തിൽ നിന്നാണ് എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം വരിക എന്ന്. ഒരു മഹാരഹസ്യത്തിൻ്റെ ക്ഷണിക ദർശനം എനിക്ക് ലഭിച്ചു. എൻ്റെ മകൾ ഹേലി എനിക്ക് തന്ന 100 വർഷം പഴക്കമുള്ള പുസ്തകത്തിലാണ് ഞാൻ ആ ക്ഷണപ്രഭ കണ്ടത്. ആ രഹസ്യത്തെ തേടി ഞാൻ ചരിത്രത്തിലൂടെ പുറകോട്ട് യാത്ര ചെയ്തു. ആ രഹസ്യം മനസ്സിലാക്കിയവർ ആരെല്ലാമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. ചരിത്രം കണ്ട ഏറ്റവും മഹനീയ വ്യക്തിത്വങ്ങൾ പ്ലാറ്റോ, ഷേക്സ്പിയർ, ന്യൂട്ടൺ, ഹ്യൂഗോ, ബിതോവൻ, ലിങ്കൻ, എമേഴ്സൺ, എഡിസൺ, ഐൻസ്റ്റീൻ, നീണ്ടുപോകുന്നു പട്ടിക. വിശ്വാസം വരാതെ ഞാൻ സ്വയം ചോദിച്ചു, എന്തുകൊണ്ട് ഈ രഹസ്യം എല്ലാവരും അറിയുന്നില്ല? ഈ രഹസ്യം ലോകത്തെ മുഴുവനും അറിയിക്കുവാനുള്ള അടങ്ങാത്ത അഭിവാച്ഛ എന്നെ കീഴടക്കി. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഈ രഹസ്യം അറിയുന്നവരെ കണ്ടെത്താനായി ഞാൻ അന്വേഷണം ആരംഭിച്ചു. ഓരോരുത്തരായി അവർ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷരായി. ഞാൻ ഒരു ഗാന്ധമായി മാറുകയായിരുന്നു. ഞാൻ എൻ്റെ അന്വേഷണം ആരംഭിച്ചപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗുരുനാഥർ എൻ്റെ അടുത്തേക്ക് തനിയെ വന്നു ചേർന്നു. ഒരു ഗുരുവിനെ ഞാൻ കണ്ടെത്തിയാൽ ആ ഗുരു എന്നെ മറ്റൊരാളിലേക്ക് നയിക്കും. ആ ശൃംഖല അത് നീണ്ടുപോയി. എപ്പോഴെങ്കിലും എനിക്ക് വഴി തെറ്റിയാൽ മറ്റേതെങ്കിലും എൻ്റെ ശ്രദ്ധ തിരിക്കും. ആ വ്യതിയാനത്തിലൂടെ ഞാൻ മറ്റൊരു ഗുരുവിനെ കണ്ടെത്തും. ഇൻ്റർനെറ്റിൽ തിരയവേ ഞാൻ അബദ്ധത്തിൽ തെറ്റായ ലിങ്ക് അമർത്തിയാൽ അത് എന്നെ മറ്റൊരു നിർണായകമായ അറിവിലേക്ക് നയിക്കും. ഏതാനും ആഴ്ചകൾ കൊണ്ട് ആ രഹസ്യത്തിൻ്റെ പാതയിലൂടെ നൂറ്റാണ്ടുകൾ പുറകോട്ടുള്ള വസ്തുതകൾ ഞാൻ കണ്ടെത്തി. അതോടൊപ്പം ഇപ്പോൾ ആ രഹസ്യം പ്രയോഗിക്കുന്ന ആധുനിക കാല വ്യക്തിത്വങ്ങളെയും ഞാൻ കണ്ടെത്തി. ഈ ദർശനം ചലച്ചിത്ര രൂപത്തിൽ ലോകത്തെ കാണിക്കണം എന്ന് ഞാൻ മനസ്സിൽ നിശ്ചയിച്ചു. തുടർന്നുള്ള 2 മാസം കൊണ്ട് എന്നോടൊപ്പമുള്ള ടെലിവിഷൻ, സിനിമ, പ്രൊഡക്ഷൻ ടീം അംഗങ്ങളെല്ലാം ഈ രഹസ്യം പഠിച്ചു. ടീം അംഗങ്ങൾ എല്ലാവരും ഈ രഹസ്യം മനസ്സിലാക്കണമെന്നത് അനിവാര്യമായിരുന്നു. കാരണം ആ ഒരു അറിവില്ലാതെ ഞങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിച്ച ഉദ്യമം അസാധ്യമായിരിക്കും. ചിത്രത്തിലേക്കായി ഒരു ഗുരുവുമായും ഞങ്ങൾക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ഈ രഹസ്യം അറിയുന്ന ആളുകളാണല്ലോ. ആ വിശ്വാസത്തിൻ്റെ ബലത്തിൽ ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നും അമേരിക്കയിലേക്ക് പറന്നു. അവിടെയാണ് ഈ ഗുരുക്കന്മാരിൽ ഭൂരിഭാഗവും ഉള്ളത്. 7 ആഴ്ച കൊണ്ട് ഞങ്ങളുടെ സംഘം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അങ്ങോളം ഇങ്ങോളമുള്ള 55 ഗുരുക്കന്മാരെ, ഏറ്റവും ഉന്നതരായ 55 ഗുരുക്കന്മാരെ ചിത്രീകരിച്ചു. ഏതാണ്ട് 120 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ഫിലിം. ഓരോ ചുവടിലും ഓരോ ശ്വാസത്തിലും രഹസ്യം നിർമ്മിക്കാനായി ഞങ്ങൾ ഈ രഹസ്യം പ്രയോജനപ്പെടുത്തി. അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ എല്ലാറ്റിനെയും എല്ലാവരെയും ഞങ്ങളിലേക്ക് ആകർഷിക്കുകയായിരുന്നു. 8 മാസങ്ങൾക്ക് ശേഷം രഹസ്യം റിലീസ് ചെയ്തു. ഈ ചലച്ചിത്രം ലോകമെമ്പാടും തരംഗങ്ങൾ സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കെ പലയിടത്തു നിന്നും അത്ഭുതങ്ങൾ സംഭവിച്ചതിനെ പറ്റിയുള്ള വാർത്തകൾ വന്നു തുടങ്ങി.
വിട്ടുമാറാത്ത വേദനയിൽ നിന്ന്, വിഷാദത്തിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്നും മുക്തി നേടിയ സംഭവങ്ങൾ പലരും ഞങ്ങൾക്ക് എഴുതി. അപകടത്തിന് ശേഷം ആദ്യമായി നടന്നത്, മരണക്കിടക്കയിൽ നിന്നും തിരിച്ചു വന്നത്, അങ്ങനെ പലതും. വൻതോതിൽ പണം അവിചാരിതമായി തപാലിൽ വന്ന ചെക്കുകൾ എന്നിങ്ങനെ രഹസ്യം പ്രയോഗിച്ച് പലതും നേടിയെടുത്തതിൻ്റെ വിവരണങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. ഈ രഹസ്യം കൊണ്ട് ഒട്ടേറെ പേർ വലിയ നേട്ടങ്ങളുണ്ടാക്കി. സ്വപ്നഭവനം, ജീവിത പങ്കാളി, ആഡംബരക്കാർ, ജോലി, പ്രമോഷൻ എന്നിങ്ങനെ പലതും. ഈ രഹസ്യം പ്രയോഗിച്ചതുമൂലം ദിവസങ്ങൾ കൊണ്ട് ബിസിനസ്സിൽ വൻ വിജയമായി മാറിയ നിരവധി അനുഭവങ്ങൾ. കുട്ടികൾ ഉൾപ്പെടെ സംഘർഷത്തിലായിരുന്ന കുടുംബ ബന്ധങ്ങൾ സന്തോഷകരമായ സ്വരച്ചേർച്ചയിലെത്തിയ ഹൃദയഹാരിയായ കഥകളും വന്നു. ഞങ്ങൾക്ക് ലഭിച്ച വാർത്തകളിൽ അതിവിശിഷ്ടമായ ചിലത് കുട്ടികൾ ഈ രഹസ്യം പ്രയോഗിച്ച് ഉയർന്ന മാർക്കുകളും പ്രിയപ്പെട്ട സൗഹൃദങ്ങളും നേടിയെടുത്ത കഥകളാണ്. ഇതിൻ്റെ നന്മയിൽ പ്രചോദനം കൊണ്ട് ഡോക്ടർമാർ അവരുടെ രോഗികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നു. സർവകലാശാലകളും വിദ്യാലയങ്ങളും വിദ്യാർത്ഥികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഹെൽത്ത് ക്ലബ്ബുകൾ അവരുടെ കസ്റ്റമേഴ്സിന്, മതസ്ഥാപനങ്ങളും ആത്മീയ കൂട്ടായ്മകളും അവരുടെ വിശ്വാസി സമൂഹത്തിന് ഈ രഹസ്യം പങ്കുവെക്കുന്നു. ലോകത്തെല്ലായിടത്തും ആളുകൾ കുടുംബങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ഈ രഹസ്യം പഠിക്കാനായി രഹസ്യ ക്ലാസുകൾ നടത്തുന്നു. വൈവിധ്യമാർന്ന കാര്യങ്ങൾ നേടാൻ ഈ രഹസ്യം പ്രയോജനപ്പെടുത്തുന്നു. ഒരു പ്രത്യേക തൂവൽ മുതൽ $1,00,00,000 വരെ പലരും ഇതെല്ലാം തന്നെ ഈ ചലച്ചിത്രം റിലീസ് ചെയ്ത മാസങ്ങൾക്കുള്ളിൽ നേടിയെടുത്ത സംഭവങ്ങളാണ്. ഈ രഹസ്യം സൃഷ്ടിക്കുന്നതിലൂടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇപ്പോഴുള്ള ഉദ്ദേശം ഇത് ലോകത്താകമാനം കോടാനുകോടി ജനങ്ങൾക്ക് സന്തോഷം പകർന്നു കൊടുക്കണം എന്നതാണ്. ആ ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരം ഞങ്ങളുടെ സംഘം ഇപ്പോൾ ഓരോ ദിവസവും അനുഭവിക്കുകയാണ്. ദിവസം തോറും ആയിരക്കണക്കിന് കത്തുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും ഈ രഹസ്യത്തിലൂടെ ലഭിച്ച ആനന്ദത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പല പ്രായത്തിൽ, പല വംശീയതയിൽ, പല രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകൾ അയച്ച കത്തുകൾ. ഈ അറിവ് കൊണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതായി ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ആരാണ്, എവിടെയാണ് എന്നതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഈ രഹസ്യം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിത്തരും. ഈ പുസ്തകത്തിൽ 24 വിശിഷ്ട ഗുരുക്കന്മാരെ അവതരിപ്പിക്കുന്നുണ്ട്. അമേരിക്കയിൽ അങ്ങോളം ഇങ്ങോളം പോയി പല സമയത്തായി ആണ് അവരുടെ വാക്കുകൾ ഞങ്ങൾ ചിത്രീകരിച്ചത്. എങ്കിലും അവരെല്ലാം ഒരേ സ്വരത്തിലാണ് പറയുന്നത്. ഈ പുസ്തകത്തിൽ ഈ രഹസ്യം പറഞ്ഞു തന്ന ഗുരുക്കന്മാരുടെ വാക്കുകളുണ്ട്. അതോടൊപ്പം ഈ രഹസ്യം പ്രയോഗിക്കപ്പെട്ടതിൻ്റെ വിസ്മയിപ്പിക്കുന്ന കഥകളും നിങ്ങൾ സ്വപ്നം കാണുന്ന ജീവിതം പ്രാപിക്കുവാൻ വേണ്ടി എനിക്കറിയാവുന്ന എല്ലാ കുറുക്കുവഴികളും ചെറു വിദ്യകളും ഈ പുസ്തകത്തിൽ പങ്കുവെക്കുന്നു. ദ സീക്രട്ട് എന്ന പുസ്തകത്തിലെ ആദ്യത്തെ രഹസ്യം: ഒരേപോലുള്ളവ പരസ്പരം ആകർഷിക്കും. ജോൺ അഷ്റഫ്. ആകർഷണ നിയമത്തെ വളരെ ലളിതമായ രീതിയിലാണ് ഞാൻ കാണുന്നത്. ഞാൻ സ്വയം ഒരു ഗാന്ധമാണെന്ന് സങ്കല്പിക്കുന്നു. അപ്പോൾ മറ്റൊരു ഗാന്ധം എന്നിലേക്ക് ആകർഷിക്കപ്പെടും എന്നെനിക്കറിയാം. നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും ശക്തിയേറിയ ഗാന്ധം. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ശക്തിയേറിയ ഗാന്ധിക പ്രഭാവം നിങ്ങളിലുണ്ട്. അളക്കാനാവാത്ത ഈ ഗാന്ധിക ശക്തിയെ നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് വികിരണം ചെയ്യപ്പെടുന്നത്. ബോബ് ഡോയിൽ, എഴുത്തുകാരനും ആകർഷണ നിയമ വിദഗ്ധനുമാണ് ഇദ്ദേഹം. അടിസ്ഥാനപരമായി ആകർഷണ നിയമം പറയുന്നത് സമാനമായവ തമ്മിൽ ആകർഷിക്കും എന്നാണ്. പക്ഷേ നാം ഇപ്പോൾ സംസാരിക്കുന്നത് ചിന്തകളുടെ തലത്തിലാണ്. സമാനമായവ തമ്മിൽ ആകർഷിക്കും എന്ന് ആകർഷണ നിയമം പറയുന്നു. അതിനാൽ നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ നിങ്ങൾ സമാനമായ ചിന്തകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുവാൻ സാധ്യതയുള്ള ആകർഷണ നിയമത്തിൻ്റെ പ്രവർത്തനത്തിന് കുറേ ഉദാഹരണങ്ങൾ നമുക്കിവിടെ പറയാം.
നിങ്ങൾക്കത്ര ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചപ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടായപ്പോൾ നിങ്ങൾ ചിന്തിക്കും തോറും അത് കൂടുതൽ മോശമായി നിങ്ങൾക്ക് തോന്നും. അതിന് കാരണം കുറച്ചു നേരം നിങ്ങൾ ഒരു കാര്യം തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ആകർഷണ നിയമം ഉടൻ തന്നെ സമാനമായ കുറേ ചിന്തകൾ കൂടി നിങ്ങൾക്ക് നൽകും. നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മനസ്സ് സമാനമായ അസുഖ ചിന്തകളെ കൊണ്ട് നിറയും. സാഹചര്യം കൂടുതൽ വഷളാകും. കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അസ്വസ്ഥനുമാവും. സമാനമായ ചിന്തകൾ ആകർഷിക്കപ്പെടുമെന്നത് നിങ്ങൾ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. ആ ഗാനം നിങ്ങളെ വിട്ടുപോവാതെ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. അത് വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ആവർത്തിക്കും. ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും അതിൽ മുഴുകി. ആ ഗാനം ചിന്തയുടെ കേന്ദ്രമായി. അപ്പോൾ ആ ഗാനത്തെക്കുറിച്ചുള്ള സമാനമായ ചിന്തകളെ നിങ്ങൾ ശക്തമായി ആകർഷിക്കുകയായിരുന്നു. അതനുസരിച്ച് ആകർഷണ നിയമം പ്രവർത്തിച്ച് ആ ഗാനത്തെക്കുറിച്ചുള്ള കൂടുതൽ ചിന്തകൾ വീണ്ടും വീണ്ടും കൊണ്ടുവരും. ജോൺ അഷ്റഫ്. മനുഷ്യരായ നമ്മുടെ ജോലി നമുക്കാവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിൽ നിലനിർത്തുക എന്നതാണ്. എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് മനസ്സിൽ തികഞ്ഞ വ്യക്തത ഉണ്ടാവണം. അതിനാലാണ് നമ്മൾ ഏറ്റവും മഹത്തായ പ്രപഞ്ച നിയമങ്ങളിൽ ഒന്ന്, അതായത് ആകർഷണ നിയമത്തെ ആവാഹിക്കുവാൻ തുടങ്ങുന്നത്. നിങ്ങൾ എന്തിനെക്കുറിച്ചും കൂടുതൽ ചിന്തിക്കുന്നുവോ അതിനെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ചിന്തകളുടെ പ്രതിഫലനമാണ്. അതിൽ മഹത്തായ കാര്യങ്ങളും അത്ര തന്നെ മഹത്വമല്ല എന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങളും ഉൾപ്പെടും. നിങ്ങൾ എന്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുവോ അതിനെ നിങ്ങൾ ആകർഷിക്കും എന്നുള്ളതുകൊണ്ട് ജീവിതത്തിലെ ഓരോ വിഷയത്തെക്കുറിച്ചും നമ്മുടെ പ്രമുഖ ചിന്ത എന്തായിരുന്നു എന്ന് അറിയാൻ യാതൊരു പ്രയാസവുമില്ല. കാരണം അതു തന്നെയായിരിക്കും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇത്രയും കാലം ഇപ്പോൾ നിങ്ങൾ ഈ രഹസ്യം പഠിക്കുകയാണ്. ഈ അറിവ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാം മാറ്റാൻ കഴിയും. നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വ്യക്തമായി കാണുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലോട്ട് വരിക തന്നെ ചെയ്യും. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കാൻ കഴിഞ്ഞാൽ, അതിനെ നിങ്ങളുടെ പ്രബല ചിന്തയാക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിശ്ചയമായും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. മൈക്ക് ഡൂളി എഴുത്തുകാരനും അന്താരാഷ്ട്ര പ്രഭാഷകനുമാണ്. ഈ തത്വത്തെ നമുക്ക് 3 വാക്കുകളിൽ ചുരുക്കി പറയാം. ചിന്തകൾ വസ്തുതകളായി മാറും. ചിന്തകൾ വസ്തുതകളായി മാറും. അതിശക്തമായ ഈ നിയമത്തിലൂടെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ വസ്തുതകളായി മാറുന്നു. അത് നിങ്ങളുടെ പ്രജ്ഞയിലും അവബോധത്തിലും അലിഞ്ഞു ചേരട്ടെ. നിങ്ങളുടെ ചിന്തകൾ വസ്തുതകളാകുന്നു. ജോൺ അഷ്റഫ്. ചിന്തകൾക്ക് ഒരു തരംഗ ദൈർഘ്യമുണ്ട് എന്നത് പലർക്കും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ചിന്തകളെ നമുക്ക് അളക്കാൻ കഴിയും. നിങ്ങൾ ഒരു ചിന്ത മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ, ഒരു പുതുപുത്തൻ കാറ് നിങ്ങൾ സ്വന്തമാക്കുന്നതായി, അല്ലെങ്കിൽ ആഗ്രഹിച്ച പണം കയ്യിലുള്ളതായി, നിങ്ങളുടെ സ്വപ്ന സ്ഥാപനം പടുത്തുയർത്തിയതായി, ജീവിത പങ്കാളിയെ കണ്ടെത്തിയതായി എല്ലാം നിങ്ങൾ മനസ്സിലിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായി ഒരു തരംഗം പ്രസരിപ്പിക്കുകയാണ്. ഡോക്ടർ ജോ വിറ്റാലെ. ചിന്തകൾ ഒരു ഗാന്ധിക പ്രഭവം പ്രസരിക്കുന്നു. അത് സമാന്തരമായവ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നു. പ്രബലമായ ചിന്ത അല്ലെങ്കിൽ മാനസിക നിലപാട് ആണ് കാന്തം. സമാനമായവ തമ്മിൽ ആകർഷിക്കും എന്നാണ് നിയമം. തൽഫലമായി മാനസിക നിലപാട് അനിവാര്യമായും അതിൻ്റെ സ്വഭാവത്തോട് പൊരുത്തപ്പെടുന്ന സാഹചര്യങ്ങളെ ആകർഷിക്കുന്നു. ചാൾസ് ഹാൻലെ. ചിന്തകൾക്ക് കാന്തിക ശക്തിയുണ്ട്. ചിന്തകൾക്ക് ഒരു തരംഗ ദൈർഘ്യമുണ്ട്.
നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ ചിന്തകളെ പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. അവ അതേ തരംഗ ദൈർഘ്യമുള്ള സമാനമായ കാര്യങ്ങളെ കാന്തിക ശക്തിയോടെ ആകർഷിക്കും. പുറത്തേക്ക് അയക്കുന്നതെല്ലാം അതിൻ്റെ ഉത്ഭവത്തിലോട്ട് തന്നെ തിരിച്ചു വരും. ഉത്ഭവസ്ഥാനം എന്നത് നിങ്ങളാണ്. നമുക്ക് ഇതിനെ ഈ രീതിയിൽ കാണാം. ഒരു ടെലിവിഷൻ സ്റ്റേഷനിൽ എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്ന് മിക്കവർക്കും അറിവില്ല. ഓരോ ചാനലിനും ഓരോ തരംഗ ദൈർഘ്യമുണ്ടെന്നും ആ തരംഗ ദൈർഘ്യത്തിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്താൽ ആ ചാനലിലെ തരംഗ ദൈർഘ്യങ്ങൾ നമ്മിലോട്ട് വരും. അത് സ്ക്രീനിൽ നമ്മൾ കാണുന്നു. ചാനലിൽ മാറ്റിക്കൊണ്ട് നമ്മൾ തരംഗ ദൈർഘ്യം തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ നമുക്ക് ആ ചാനലിലെ പ്രക്ഷേപണം ചെയ്യുന്ന ചിത്രങ്ങൾ ലഭിക്കുന്നു. മറ്റൊരു ചിത്രമാണ് കാണേണ്ടതെങ്കിൽ നമുക്ക് ചാനൽ മാറ്റി മറ്റൊരു തരംഗ ദൈർഘ്യത്തിലേക്ക് ട്യൂൺ ചെയ്യണം. നിങ്ങൾ ഒരു മനുഷ്യ പ്രക്ഷേപണ ടവറാണ്. ഈ ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഏത് ടെലിവിഷൻ ടവറിനേക്കാളും ശക്തി നിങ്ങൾക്കുണ്ട്. ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തി കൂടിയ പ്രക്ഷേപണ ടവറാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രക്ഷേപണ ടവർ നിങ്ങളുടെ ജീവിതത്തെ നിർമ്മിക്കുന്നു. ഈ പ്രക്ഷേപണമാണ് നിങ്ങളുടെ ജീവിതം തന്നെ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന തരംഗങ്ങൾ നഗരങ്ങൾ കടന്ന്, രാജ്യങ്ങൾ കടന്ന്, ലോകത്തെ തന്നെ കടന്നു പോകുന്നു. അത് ഈ പ്രപഞ്ചത്തിലാകെ പ്രതിധ്വനിക്കുന്നു. ആ തരംഗങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. നിങ്ങൾ ഈ ചിന്തകൾ പ്രക്ഷേപണം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങളുടെ ടെലിവിഷനിൽ സ്ക്രീനിലല്ല കാണുക. അവ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൃശ്യങ്ങളാണ്. നിങ്ങളുടെ ചിന്തകൾ തരംഗം സൃഷ്ടിക്കുന്നു. അവ അതേ തരംഗ ദൈർഘ്യത്തിലുള്ള സമാനമായവയെ ആകർഷിക്കുന്നു. അവ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൃശ്യങ്ങളായി തിരികെ പ്രക്ഷേപണം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രക്ഷേപണത്തിൻ്റെ ചാനൽ മാറ്റുക അനിവാര്യമാണ്. അപ്പോൾ തരംഗങ്ങളും മാറും. മാനസിക ശക്തിയുടെ സ്പന്ദനങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ട് അവ ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്പന്ദനങ്ങളാണ്. ചാൾസ് ഹനലെ ബോബ് പ്രോക്ടർ. നിങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കുന്നതായി സങ്കല്പിക്കുക. അപ്പോൾ സമൃദ്ധിയെ നിങ്ങൾ ആകർഷിക്കും. എപ്പോഴും ആർക്കും ഇത് സാധ്യമാകും. നിങ്ങൾ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നതായി സ്വയം സങ്കല്പിക്കുമ്പോൾ ആകർഷണ നിയമത്തിലൂടെ നിങ്ങൾ ബോധപൂർവം നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തുകയാണ്. ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നു വരും. എന്തുകൊണ്ട് എല്ലാവർക്കും അവർ സ്വപ്നം കാണുന്ന ജീവിതം നേടാൻ കഴിയാത്തത് എന്ന ഒരു ചോദ്യം ഒരുപക്ഷെ ഉയർന്നു വന്നേക്കാം. എന്തുകൊണ്ടാണ് ആളുകൾക്ക് അവർ സ്വപ്നം കാണുന്ന ജീവിതം നേടുവാൻ കഴിയാത്തത്? ഇവിടെയാണ് പ്രശ്നം. മിക്കവാറും ആളുകൾ ചിന്തിക്കുന്നത് അവർക്ക് വേണ്ട എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അവ വീണ്ടും വീണ്ടും സംഭവിക്കുന്നത് എന്ന് അവർ അത്ഭുതപ്പെടുന്നു. ആളുകൾ അവർക്ക് വേണമെന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാത്തതിൻ്റെ ഒരേ ഒരു കാരണം അവർ വേണമെന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കാൾ വേണ്ട എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. നിങ്ങൾ പറയുന്ന വാക്കുകളെ ശ്രദ്ധിക്കുക. ഈ നിയമം പരിപൂർണമായും കുറ്റമറ്റതാണ്. ഒരിക്കലും പിഴക്കാത്ത പ്രാപഞ്ചിക സത്യമാണ്. മാരകമായ പ്ലേഗിനേക്കാൾ രൂക്ഷമായ, മനുഷ്യരാശിയെ ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ ഒരു മഹാവ്യാധി നൂറ്റാണ്ടുകളായി ഇവിടെ പടരുന്നുണ്ട്. അതാണ് എനിക്ക് വേണ്ട എന്ന് പറയുന്ന മഹാവ്യാധി. ആളുകൾ അവർക്ക് വേണ്ടാത്തതിനെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മഹാവ്യാധി ഇവിടെ സജീവമായി നിലനിൽക്കുന്നു. പക്ഷേ ഈ തലമുറ ചരിത്രം തിരുത്തിയെഴുതാൻ പോവുകയാണ്. കാരണം നമുക്ക് ഈ രോഗത്തിൽ നിന്നും മുക്തി നേടുവാനുള്ള അറിവ് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങളാണ് തുടങ്ങേണ്ടത്. എന്തു വേണം എന്നതാണ് നിങ്ങൾ ആദ്യമായി തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും
നിങ്ങളുടെ ഒരു പുതിയ തരംഗം പ്രക്ഷേപണം ചെയ്യുകയും അത് നിങ്ങളിലോട്ട് വരികയും ചെയ്യും. ബോബ് ഡോയിൽ. നിങ്ങളൊരു കാര്യത്തെ നല്ലത് എന്നാണോ മോശം എന്നാണോ നിരീക്ഷിക്കുന്നത് എന്നത് ആകർഷണ നിയമം ഒരിക്കലും പരിഗണിക്കുന്നില്ല. നിങ്ങൾ വേണം എന്നാഗ്രഹിക്കുന്നുവോ അതല്ല വേണ്ട എന്നാഗ്രഹിക്കുന്നുവോ എന്നതൊന്നും പ്രശ്നമല്ല. അത് നിങ്ങളുടെ ചിന്തകളോട് പ്രതികരിക്കും. ഒരു കടബാധ്യതയുടെ കൂമ്പാരത്തെ നോക്കി നിങ്ങൾ വല്ലാതെ വേവലാതിപ്പെട്ട് അല്ലെങ്കിൽ വേവലാതി അനുഭവിക്കുന്നുവെങ്കിൽ അതാണ് പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ അയക്കുന്ന സിഗ്നൽ. ഞാൻ വന്നുപെട്ടിരിക്കുന്ന ഈ കടബാധ്യതയെക്കുറിച്ചോർത്ത് ഞാൻ വല്ലാതെ വിഷമിക്കുന്നു. നിങ്ങൾ അത് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ ഓരോ തലത്തിലും നിങ്ങൾ അത് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് അത് തന്നെയായിരിക്കും ഇനിയും കൂടുതലായി നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. ആകർഷണ നിയമം പ്രകൃതിയുടെ ഒരു നിയമമാണ്. അത് സർവ സമാനമാണ്. അത് നല്ലതോ ചീത്തയോ വേർതിരിച്ച് കാണുന്നില്ല. അത് നിങ്ങളുടെ ചിന്തകളെ സ്വീകരിക്കുകയും നിങ്ങളുടെ ജീവിതാനുഭവങ്ങളായി നിങ്ങളിലേക്ക് പ്രതിഫലിക്കുകയും ചെയ്യുക എന്ന കാര്യമാണ് ചെയ്യുന്നത്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അത് ആകർഷണ നിയമം നിങ്ങളിലേക്ക് എത്തിച്ചു തരും. ലിസ നിക്കോളസ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു ദ സീക്രട്ട് എന്ന പുസ്തകത്തിൻ്റെ തുടർന്നുള്ള അധ്യായങ്ങൾ വളരെ ലളിതമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും തുടർന്നുള്ള അധ്യായങ്ങൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ആളുകളിലോട്ട് ഇതിൻ്റെ രഹസ്യം എത്തിക്കുക. താങ്ക് യു.